ഹായ് ഓൾ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തളപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമ ഇപ്പം കണ്ടു 4 മണിയുടെ ഷോ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. സ്റ്റിൽ എനിക്കൊരു ഉറക്കക്ഷീണമില്ല. കാരണം സിനിമ കൊണ്ടുപോയൊരു രീതിയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണത്. 3 മണിക്കൂറുണ്ട് സിനിമ, പക്ഷേ ആ 3 മണിക്കൂർ നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ആ ഒരു രീതിയിലാണ് സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. ആസ് എ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ, ആസ് എ കൊമേഴ്ഷ്യൽ സിനിമയുടെ മേക്കിംഗ് എന്നുള്ള രീതിയിൽ സിനിമ അവിടെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിനിമയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. തളപതി വിജയ് ഡൺ ഹിസ് ബെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇൻ എവ്രി വേ. ഇത് കോമഡി ആയാലും സർക്കാസ് ആയാലും മാസ് ആയാലും ഇമോഷണൽ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. അദ്ദേഹം മാനാട് ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നോ മങ്കാത്ത ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനായിട്ടുള്ള വേ ഉണ്ട്. അദ്ദേഹം വിജയെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി ഉണ്ടാവും, അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ക്ലൈമാക്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് സിനിമയിൽ ഫോൾട്ടൊന്നും തോന്നിയിട്ടില്ല. വിജയെ ഇഷ്ടമായതുകൊണ്ട് വിജയുടെ ചില മാനറിസം, അദ്ദേഹത്തിൻ്റെ ഒരു എന്നോട് എവിടെ പണിട്ടിരിക്കുക அந்த மாதிரி സംഭവങ്ങളൊക്കെ അല്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ ഇഷ്ടമാവുന്നവർക്ക് കുറച്ചുകൂടി രസമായിട്ട് കണക്ട് ചെയ്ത് പോകാം. അല്ലാത്തവർക്ക് ഒരുപക്ഷെ ക്രിഞ്ചൊക്കെ ആയി തോന്നിയേക്കാം. പിന്നെ കുറേ പണ്ടത്തെ വിജയുടെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് കുറേ നമുക്ക് കുറേ കൈയടിച്ച് ഇങ്ങനെ പോരാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമയുടെ ലക്ഷ്യം അത് തന്നെയാണല്ലോ. കുറേ റിപ്പീറ്റ് വാല്യൂ സംഭവങ്ങൾ സിനിമയിൽ കുത്തി നിറച്ചിട്ട് ആളുകൾ തിയേറ്ററിൽ കയറ്റുക എന്നുള്ളത് തന്നെയാണ് കൊമേഴ്ഷ്യൽ സിനിമയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വിജയ് ഫാൻസിന് ഒരുപക്ഷെ ഒരു സെലിബ്രേഷൻ സംഭവം തന്നെയായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. കുറേ റെഫറൻസും കുറേ അവർക്ക് ആഘോഷിക്കാനുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കുറേ ക്യാമിയോസ്, നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ ക്യാമിയോസ് വരുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒരാൾ വരുന്നുണ്ട്. ഞാൻ കണ്ട തിയേറ്ററിൽ ആ ഒരു റെസ്പോൺസ്, ആ ഒരു ആൾക്കാർ വളരെ ആഘോഷത്തോടെ ആവേശത്തോടെ ആ ക്യാമിയോനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, പിന്നെ കുറച്ച് ട്വിസ്റ്റുകളുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകൾ. പിന്നെ സാധാരണ വിജയുടെ സിനിമ നമ്മൾ കാണുമ്പോൾ ഇൻ്റർവെൽ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, യെസ് നെക്സ്റ്റ് ഇതന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഇൻ്റർവെൽ ആയപ്പോഴും നമുക്ക് ലാസ്റ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് സിനിമ പോയിട്ടുള്ളത്. പിന്നെ ടൈറ്റിൽ കാർഡ്, തളപതി വിജയ് നേടി കാണിക്കുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ BGM യുവൻ ശങ്കർ രാജ് ആണല്ലോ, അദ്ദേഹം പണ്ടത്തെ സിംഹമാണ് അല്ലേ. ദ ലയൺ ഈസ് ഓൾവേസ് ലയൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതിലും കുറേ ബീറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. കുറേ കാർ ചേസിങ് സീനൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പ്രഭുദേവയാണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും അജ്മൽ ആണെങ്കിലും ഒക്കെ തന്നെ നല്ല, അവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ട് കേട്ടോ. വെറുതെ വന്ന് പോകുന്ന സീനുകളല്ല, അതൊക്കെ സിനിമയിൽ അവസാനം വരെ അവർക്കൊക്കെ സ്പേസ് ഉണ്ട്. പിന്നെ സ്നേഹ ഒക്കെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, വിജയെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ സിനിമയ്ക്ക് കയറിയാൽ മതി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ട്രീറ്റ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കവിഞ്ഞൊരു മഹാ സിനിമയായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 3 മണിക്കൂർ ഇരുന്ന് കാണാൻ, ബോറടിപ്പിക്കാതെ കാണാൻ സിനിമയ്ക്ക്, അല്ലെങ്കിൽ നമ്മളെ ഇരുത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കുറേ കോമഡി വെച്ചിട്ടും വിജയുടെ ഷോ ആണെങ്കിലും മൊത്തത്തിൽ നമ്മളെ ഇരുത്താനുള്ള ഒരു സംഭവം സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും